അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1452, സൂറത്തുൻ നഹൽ 38 മുതൽ 42 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأقسموا بالله جهد أيمانهم لا يبعث الله من يموت بلى وعدا عليه حقا ولكن أكثر الناس لا يعلمون ليبين لهم الذي يختلفون فيه وليعلم الذين كفروا أنهم كانوا كاذبين إنما قولنا لشيء إذا أردناه أن نقول له كن فيكون والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون الذين صبروا وعلى ربهم يتوكلون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وأقسموا بالله جهد أيمانهم. അല്ലാഹുവിനെ കൊണ്ട് അവർ ശക്തമായി സത്യം ചെയ്തു. ലാ യബ്അസുല്ലാഹു മൻ യമൂതു, മരിച്ചവരെ അല്ലാഹു ജീവിപ്പിക്കുകയില്ല, പുനർജനിപ്പിക്കുകയില്ല എന്ന്. ബല, അതേ, അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കും. അത് വഅദൻ അലൈഹി ഹഖ്ഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായി ചെയ്തിട്ടുള്ള വാഗ്ദാനമാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ, പക്ഷേ മിക്ക ജനങ്ങൾക്കും അതറിയുകയില്ല. ലിയുബയ്യിന ലഹും, എന്തിനാണ് അവരെ പുനർജനിപ്പിക്കുന്നത്? ലിയുബയ്യിന ലഹും, അവർക്ക് അല്ലാഹു വിശദീകരിച്ചു കൊടുക്കാൻ. അല്ലദീ യഖ്തലിഫൂന ഫീഹി, അവർ തർക്കത്തിലായിരുന്ന വിഷയത്തെ. വലിയഅലമല്ലദീന കഫറു, സത്യനിഷേധികൾക്ക് അല്ലാഹു, സത്യനിഷേധികൾ മനസ്സിലാക്കാനും, അന്നഹും കാനൂ കാദിബീൻ, അവർ നുണയന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കാനും വേണ്ടി അല്ലാഹു തആല പുനർജനിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ, കാരണം പുനർജനിപ്പിക്കുക എന്നത് അല്ലാഹുവിനൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇന്നമാ ഖൗലുനാ ലിശൈഇൻ, ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മുടെ വാക്ക് ഇദാ അറദ്നാഹു, അതിനെ ഉണ്ടാക്കാൻ നാം ഉദ്ദേശിച്ചാൽ, അൻ നഖൂല ലഹു, അതിനെ സംബന്ധിച്ച് നാം പറയലാണ് കുൻ, നീ ഉണ്ടാവുക എന്ന് പറയലാണ്, ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മരിച്ചവരെ പുനർജനിപ്പിക്കുക എന്നത് ഒരു അസംഭവ്യമായ കാര്യമല്ല, മറിച്ച് തികച്ചും പോസിബിളായ വിഷയം തന്നെയാണ്. വല്ലദീന ഹാജറൂ ഫില്ലാഹി, അല്ലാഹുവിന്റെ വിഷയത്തിൽ പലായനം ചെയ്ത ആളുകൾ, മിൻ ബഅദി മാ ളുലിമു, അവർ ആക്രമിക്കപ്പെട്ടതിനു ശേഷം, ലനുബവ്വിഅന്നഹും ഫിദ്ദുനിയ ഹസന, അവർക്ക് ഭൂമിയിൽ നാം നല്ലതിനെ ഒരുക്കി കൊടുക്കുന്നതാണ്, സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. വല അജ്റുൽ ആഖിറത്തി അക്ബർ, പരലോകത്തുള്ള അവരുടെ കൂലി അത് വളരെ വലുതാകുന്നു. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കുകയാണെങ്കിൽ. അല്ലദീന സബറു, അവർ ക്ഷമ കൈക്കൊണ്ടവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ നാഥന്റെ മേലിൽ മാത്രം പരമേൽപ്പിക്കുകയും ചെയ്തവരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പ്രധാനപ്പെട്ട കുറെ ആശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്നാമതായി, മക്ക മുശ്രിക്കുകളുടെ ഏറ്റവും തെറ്റായ കുറെ വിശ്വാസങ്ങൾ, അബദ്ധധാരണകൾ. ആ ധാരണകളിൽപ്പെട്ട ഒരു ധാരണ, അത് തിരുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ. നേരത്തെ അവരുടെ അബദ്ധധാരണകൾ പലതും പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട അബൂ സഊദ് തഫ്സീറിൽ കാണാൻ, ശുറൂഉൻ ഫി ബയാനി ഫന്നിൻ ആഖറ മിൻ അബാത്തിലിഹിം വഹുവ ഇൻകാറുൽ ബഅസി, പുനർജന്മത്തെ നിഷേധിക്കുക എന്ന സത്യവിരുദ്ധമായിട്ടുള്ള അവരുടെ കുറെ തെറ്റായ വാദഗതികളിൽപ്പെട്ട ഒരു വാദഗതിയുടെ വിശകലനവും അതിലെ ഇസ്ലാമികമായ നിലപാടും സ്ഥിരീകരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 38-ാം സൂക്തം മുതൽ ചെയ്യുന്നത് എന്ന്.
ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, വഹാദാ ഹുവ ശുബ്ഹത്തുർ റാബിഅത്തു ലി മുൻകിരിൻ നുബുവ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന ആളുകളുടെ നാലാമത്തെ സംശയത്തിന്റെ മറുപടിയാണിത്. നാലാമത്തെ സംശയം അവരുന്നയിക്കുകയാണ്. ഒന്നാമത്തെയും 3 സംശയം നേരത്തെ പറഞ്ഞു. ഒന്ന് ഖുർആനിനെ കുറിച്ച് അത് കെട്ടുകഥയാണ് എന്ന വാദം, ദൈവികമല്ല എന്ന അഭിപ്രായം. രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകനാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി ഒരു മലക്കിനെ അയക്കുന്നില്ല എന്ന സംശയം. മൂന്നാമതായിട്ട് അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പടച്ചോന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പടച്ചോനെ അല്ലാതെ ആരാധിക്കൂലായിരുന്നല്ലോ. അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അള്ളാഹു പറയാത്ത ഒന്നിനെയും ഞങ്ങൾ ഹറാമാക്കുമായിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ ചെയ്തത് പടച്ചോൻ ഞങ്ങൾക്ക് അതിന് അനുവാദം തന്നതുകൊണ്ടും അള്ളത് പൊരുത്തപ്പെട്ടതുകൊണ്ടുമാണ് എന്ന വാദം അവർ ഉന്നയിച്ചിരുന്നു. അതിനെല്ലാം ഉരുളക്കുപ്പേരി പോലെ അള്ളാഹു തആല മറുപടി അവിടെ പറഞ്ഞു. അതായത് ആ വാദങ്ങളൊന്നും ശരിയല്ല, ഖുർആൻ കെട്ടുകഥയല്ല, മറിച്ച് ആ ഖുർആനിന്റെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ, അത് അവതരിപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും കൂടെ പരിധിയാൽ ഒരിക്കലും തന്നെ മറ്റു കഥകളിൽ നിന്ന് ഇത്തരം ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം പകർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന പരുവത്തിലായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നുമാത്രമല്ല, ആ ഗ്രന്ഥങ്ങളിൽ ഒന്നും പരാമർശന വിധേയമല്ലാത്തതും ഭാവിയിൽ വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ പോലും ഈ ഖുർആൻ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കെട്ടുകഥ എന്ന് പറയുന്ന ഈ അപസപ്പക കഥ അത് പൊളിയുകയാണ് എന്ന് നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അല്ലാഹു തആല നിങ്ങൾ പ്രവാചകനാണെന്നതിന് ഞങ്ങളുടെ മുന്നിൽ സാക്ഷ്യം വഹിക്കാൻ മലക്കു വരണം, മലക്കുകൾ വന്നിട്ട് പറയണം എന്നവർ വാദിക്കുമ്പോൾ ആ വാദത്തിന് അല്ലാഹു തആല മറുപടി പറഞ്ഞു, അതെങ്ങനെ സാധ്യമാകും? മലക്കുകൾ വന്ന് പറഞ്ഞാൽ ആ മലക്കുകളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവരും മനുഷ്യന്റെ രൂപത്തിൽ വരണം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. മലക്കിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ മനുഷ്യന്റെ രൂപത്തിൽ മലക്ക് വന്നാൽ അത് വേറെ മനുഷ്യനാണ് നിങ്ങൾ പറയില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊരു ദുർവാശി മാത്രമാണ്, അതിനൊന്നൊരു സാങ്കത്യവുമില്ല എന്ന് നേരത്തെ അല്ലാഹു തആല പഠിപ്പിച്ചു. പിന്നീട് അവർ പറഞ്ഞിരുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുമായിരുന്നില്ലല്ലോ, അള്ളാഹു തആല അനുവദിക്കാത്തതിന് ഞങ്ങൾ ഹറാമാക്കുകയും ചെയ്യുമായിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് പടച്ചോന്റെ അനുമതിയും പൊരുത്തം ഉണ്ടായതുകൊണ്ടാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു, എന്ത്? ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പടച്ചോനൊരു പൊരുത്തമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അത്തരമൊരു പ്രവർത്തനം നടത്താൻ തുനിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് ആ പ്രവർത്തനങ്ങൾ നടത്താനും പരീക്ഷണാടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുന്നുണ്ട്. അപ്പൊ കഴിവ് കിട്ടിയതെല്ലാം ഇഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കരുത് എന്ന മറുപടി അവിടെ പറഞ്ഞു. ഇനി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ ഇപ്പോ പ്രവാചകത്വ നിരാകരണത്തിന്റെ, നബി സല്ലല്ലാഹു നിങ്ങൾ പ്രവാചകരല്ല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിൽ നിന്നുണ്ടാകുന്ന ഓരോ വാദങ്ങളാണ്. അതായത് എന്തു പറഞ്ഞാലാണ് നബി തങ്ങളുടെ പ്രവാചകത്വത്തെ നിരാകരിക്കാൻ സാധിക്കുക എന്ന് വിലയിരുത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഓരോ പുതിയ വാദങ്ങളും അതിനെ തുടർന്നുള്ള വിവാദങ്ങളുമാണ് വാസ്തവത്തിൽ അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഓരോ വാദങ്ങൾക്കും അല്ലെങ്കിൽ വിവാദങ്ങൾക്കും അല്ലാഹു തആല ഖുർആനിലോ അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങളിലോ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്തുകൊണ്ട് അവരുടെ വാദത്തെ നിഷ്കാസനം ചെയ്യാനും ആ വാദത്തിന് നിലനിൽപ്പില്ലാതാക്കാനും അല്ലാഹുവും അതേപോലെ തന്നെ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി അവരുടെ പ്രധാനപ്പെട്ട ഒരു വാദമാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജനിപ്പിക്കില്ല. മരിച്ച് നമ്മൾ മണ്ണിൽ ലയിച്ചാൽ പിന്നെ എങ്ങനെയാണ് രണ്ടാമത് ആ മണ്ണിൽ നിന്ന് നമ്മളെ വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരിക? ഇംപോസിബിൾ, ഇത് സാധ്യമല്ല എന്നായിരുന്നു അവരുടെ വാദം. അപ്പൊ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പണിയാണ് വഖസമു ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്യുന്നു. ജഹദ ഐമാനിഹിം, ആ സത്യത്തിന്റെ അങ്ങേ തല എന്ന് പറഞ്ഞാൽ തീർത്തും പേർത്തും അവരെന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ തന്നെ സത്യമെന്ന് ആണയിട്ട് പറയുന്നു എന്നർത്ഥം. ശക്തമായ ഭാഷയിൽ അവർ സത്യം ചെയ്യുന്നു. എന്ത്? ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, മരിച്ചവരെ അള്ളാഹു പുനർജനിപ്പിക്കുകയില്ല എന്ന്. വാസ്തവത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വിശദീകരിക്കുകയാണ്. അവര് പറയുന്നത് അൽ ഖൗലു ബിൽ ബാസി, പുനർജന്മമുണ്ടാകും,
വൽ ഹശ്രി ജനങ്ങളൊക്കെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും എന്നൊക്കെ പറയുന്നത് ബാത്തിലുൻ, അത് സത്യവിരുദ്ധമാണ്, അവരുടെ വാദാണ്. അതുകൊണ്ട് തന്നെ ഫക്കാനൽ ഖൗലു ബിൻ നുബുവത്തി ബാത്തിലൻ, പുനർജന്മം ഉണ്ടാകും എന്ന് പഠിപ്പിക്കാൻ വന്നിട്ട് നിങ്ങളിവിടെ പ്രവർത്തിക്കണം, അതിന്റെ കൂലി വാങ്ങാനൊരു ലോകമുണ്ട് എന്നൊക്കെ പറയാനല്ലേ പ്രവാചകൻ വരുന്നത്. അതിന് അങ്ങനെ ഒരു ലോകം തന്നെ ഉണ്ടാവാൻ പോണില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രവാചകന് ഇവിടെ റോളൊന്നും ഇല്ല എന്നാണ് അവർ വാദിച്ചത്. എന്നാൽ ഇപ്പൊ ബയ്യൻ അല്ലാഹു തആല വിശദീകരിച്ചു അന്നൽ ഖൗല ബിൽ ബഅസി, പുനർജന്മം എന്ന് പറയുന്നത് അത് മുംകിനുൻ, അത് സാധ്യമാണ്. അത് സാധ്യമാണ്. എന്തുകൊണ്ട് സാധ്യമാണ്? ഒന്ന്, അല്ലാഹു തആല അങ്ങനെ ഒരു പുനർജന്മത്തെക്കുറിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു ചെയ്ത വാഗ്ദാനം അല്ലാഹു തആല സാക്ഷാത്കരിക്കുകയും അതവൻ പുലർത്തുകയും ചെയ്യും. എന്തിനാണ് അങ്ങനെ ഒരു പുനർജന്മം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്? അത് അനുസരിച്ചവരാര്, ദോഷികളാര്, അവർക്കിടയിൽ രണ്ടു കൂട്ടർക്കും മരണത്തോടുകൂടെ പിന്നീട് ഒരു ഈക്വൽ ആയിട്ടുള്ള, സമമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറയുന്നത് ന്യായമല്ലല്ലോ. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ എല്ലാ തിന്മകളും അക്രമങ്ങളും കാണിച്ചു കൂട്ടിയ ഒരാളും ഏറ്റവും നന്നായി ജീവിച്ചൊരു സാത്വികനും, രണ്ടാളും മരിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ പിന്നൊന്നുമില്ല എന്ന് പറയുന്നത് ബുദ്ധിയല്ലല്ലോ. അതുകൊണ്ട് നന്നായി ജീവിച്ചവൻ അതിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കണം, മോശമായി ജീവിച്ചവൻ അതിന്റെ തിരിച്ചടികളും നേരിടണം. അപ്പൊ അതിന് അനുസരിച്ചവനാര്, ദോഷിയാര്, അതിന്റെ ഇടയിലുള്ള വേർതിരിവിന്റെ സംവിധാനം ഉണ്ടാകണം. അതേപോലെ ബൈനൽ മുഹഖി വൽ മുബ്തിലി, ശരി പറഞ്ഞവനും അസത്യം പറഞ്ഞവനും രണ്ടാൾക്കും മരണശേഷം ഒരേപോലത്തെ ഒരു അവസ്ഥ, അത് ശരിയല്ല, അതിനുള്ള സംവിധാനം ഉണ്ടാകണം. അതേപോലെ തന്നെ അക്രമിയും ആക്രമിക്കപ്പെട്ടവനും രണ്ടാൾക്കും ഒരേ നിലപാടുണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ത്? അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ് പുനർജന്മം ഉണ്ടാകുമെന്നത്. നോക്കൂ, പുനർജന്മം ഉണ്ടാവുമെന്നത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനം ചെയ്തത് എന്തിനാ? ലിയുബയ്യിന ലഹും അല്ലദീ യഖ്തലിഫൂന ഫീഹി, അവര് അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. അതായത് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്ന ഇസ്ലാം ശരി എന്നൊരു കൂട്ടരും ശരിയല്ലാതെ മറ്റൊരു കൂട്ടരും, ഞങ്ങളുടെ ഈ ബിംബാരാധന ശരിയാണ് എന്ന് അവർ വാദിച്ചു. അത് ശരിയാണോ തെറ്റാണോ, ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സംവിധാനം വേണ്ടേ, അതിനൊരു ഒരു അവസരം വേണ്ടേ? ആ അവസരം എന്ന് പറയുന്നത് മരണശേഷം പുനർജന്മത്തിലൂടെയാണ് ഉണ്ടാകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അപ്പൊ പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു സന്ദേഹം അല്ലെങ്കിൽ സംശയം എന്താണ്? അവിടെ ഉണ്ടാകാൻ പോണ മറ്റൊരു സംശയം, അതിന് മരിച്ചു മണ്ണിൽ ലയിച്ചതിന് ശേഷം വീണ്ടും പുനർജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കാനാണ്? അതിന്റെ മറുപടിയാണ് അല്ലാഹു തആല പറഞ്ഞത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം തീരെ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയവനല്ലേ അവൻ. ആ ഉണ്ടായ നിങ്ങൾക്കൊരു അവസ്ഥാമാറ്റം വന്നതല്ലേ മരണശേഷം മണ്ണിൽ ലയിക്കുക എന്നുള്ളത്. തീരെ ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന് നിങ്ങൾക്ക് ജന്മം നൽകുക എന്നതിന്റെ അത്ര തന്നെ കഷ്ടപ്പാടില്ലല്ലോ. ഉണ്ടായതിനു ശേഷം ഭാവമാറ്റം വന്ന നിങ്ങൾക്ക് ഒരു അസ്തിത്വത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നത്. അതുകൊണ്ട് അള്ളാഹുവിനൊന്നും പ്രശ്നമല്ല. ഏതൊരു സംഗതി ഉണ്ടാകണമെന്ന് അവൻ ഉദ്ദേശിക്കുമ്പോഴും അത് ഉണ്ടാവട്ടെ എന്ന് അവൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാവുക തന്നെ. അതാണ് ഇവിടെ അല്ലാഹു തആല എന്ത് പറഞ്ഞത്? നാം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് നമ്മൾ ഉണ്ടാവുക, കുൻ ഉണ്ടാവുക എന്ന് പറയും. കുൻ ഉണ്ടാവുക എന്ന് പറയുന്ന പറഞ്ഞാൽ കുൻ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമല്ല. ഉണ്ടാവണം എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അത് ഉണ്ടാകുന്നു, അല്ലാതെ ഈ വാക്കിങ്ങനെ പറയുന്നു എന്ന അർത്ഥത്തിലല്ല എന്ന് മുഫസ്സിറുകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അല്ലാഹു തആലാക്ക് പുനർജന്മം സാധ്യമാണ് എന്നതിന്റെ രേഖയാണ് അല്ലാഹു ഉദ്ദേശിച്ചതിനോട് അതുണ്ടാവുക എന്ന് അവൻ നിർദ്ദേശിക്കുമ്പോൾ അതുണ്ടാകുമെന്ന പ്രഖ്യാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അപ്പൊ കാര്യം ഇങ്ങനെയാണെന്ന് വന്നാൽ ഫകമാ അന്നഹു തആല ഖദറ അലൽ ഈജാദി ഫിൽ ഇബ്തിദാഇ, ഇല്ലായ്മയിൽ നിന്ന് തുടക്കത്തിൽ ഉണ്ടാക്കാൻ കഴിവുള്ള അല്ലാഹു തആല വജബ അൻ യകൂന ഖാദിറൻ അലൈഹി ഫിൽ ഇആദത്തി, ഒന്നുകൂടി മടക്കി സൃഷ്ടിക്കാൻ കഴിവുള്ളവനാവുക എന്നത് അനിവാര്യമാണല്ലോ. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി എന്നത് സമ്മതിക്കുന്ന ഒരാൾക്ക് പിന്നെ ഉണ്ടായതിനു ശേഷം ഒന്ന് വീണ്ടും ഇല്ലാതായാൽ അതിനെ പുനർജനിപ്പിക്കുക എന്നത് പ്രയാസമുണ്ടെന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്
എന്ന് അല്ലാഹു തആല ഉണർത്തി എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതാണ് വാഖസമുമില്ല, അള്ളാഹുവിനെ കൊണ്ട് അവർ സത്യം ചെയ്തു, ജഹദ ഇമാനിഹിം, അവരുടെ സത്യത്തിന്റെ അങ്ങേതല, അതായത് കർക്കശമായി, അതായത് കണിശമായി അവർ സത്യം ചെയ്തു, ശക്തമായി സത്യം ചെയ്തു, ആണയിട്ട് പറഞ്ഞു, ലാ യബഅസുല്ലാഹു മൻ യമൂതു, മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുകയില്ല, പുനർജനിപ്പിക്കുകയില്ല എന്ന്. എന്നാൽ അള്ളാഹു പറയുന്നതിന്റെ അതിന്റെ മറുപടി ബല, അതേ അള്ളാഹു തആല പുനർജനിപ്പിക്കും, വഅദൻ അലൈഹി ഹഖ്ഖ, ഇത് അള്ളാഹുവിന്റെ മേലിലുള്ള ശക്തമായ സത്യസന്ധമായിട്ടുള്ള വാഗ്ദാനമാണ്, പുനർജനിപ്പിക്കും എന്നത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷെ അധികരിച്ച ആളുകളും അത് അറിയുന്നില്ല. അവരിങ്ങനെ ഒരു വസ്വാസിൽ പെട്ടുപോവുകയാണ്. വാസ്തവത്തിൽ അത്തരം വസ്വാസിന് ഒരു സ്ഥാനമല്ല, ഒരു പ്രത്യേകതയും ഇല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് എന്തിനാണ് പുനർജനിപ്പിക്കുന്നത്? ലിയുബയ്യിന ലഹുമുല്ലദീ യഖ്തലിഫൂന ഫീഹി, ഏതൊക്കെ വിഷയത്തിലായിരുന്നു അവർ തർക്കത്തിലായിരുന്നത് അതിലെ വിശദീകരണം അള്ളാഹു നൽകുന്നതിനു വേണ്ടി. ഏതാണ് ശരി, ആർക്കാണ് തെറ്റുപറ്റിയത്, ആരാണ് ശരിയുടെ പക്ഷത്ത് നിന്നത് എന്ന് വിശദീകരിക്കുന്നതിനു വേണ്ടി. വലിയഅലമല്ലദീന കഫറു അന്നഹും കാനൂ കാദിബീൻ, സത്യനിഷേധികൾ നുണയന്മാരായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടാനും വേണ്ടി. അതായത് മരിച്ച് പുനർജന്മമുണ്ടായതിനു ശേഷം അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും, ഞങ്ങൾ പണ്ട് പറഞ്ഞത് ശരിയല്ലായിരുന്നു, പ്രവാചകന്മാരെ അംഗീകരിച്ചാൽ മതിയായിരുന്നു, ഒരിക്കൽ കൂടെ ഭൂമിയിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ ഈ അബദ്ധത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു എന്നിങ്ങനെയുള്ള കുംഭസാരത്തിന്റെ വല്ലാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമെന്ന് ഖുർആൻ പലയിടത്തായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, പുനർജനിപ്പിക്കുക എന്നത് നമുക്ക് പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു, ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ നാം ഉദ്ദേശിച്ചാൽ നമ്മുടെ വാക്ക് അതിനോടെന്താണ്, അന്നഖൂല ലഹു കുൻ, നീ ഉണ്ടാവുക എന്ന് പറയലാണ്, ഫയകൂനു, അപ്പോൾ അതുണ്ടാകും. അഥവാ ഒരു സംഗതി ഉണ്ടാവണമെന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ തന്നെ അതുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മരിച്ച് പുനർജന്മത്തിലേക്ക് വരേണ്ട നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടാവണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്ന നേരത്തെ അത് നടക്കും. അഥവാ അവനെ എതിർക്കാനോ അവനെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഒരു ശക്തിയും ഇല്ല. അതുകൊണ്ട് പുനർജന്മം സാധ്യമല്ല എന്ന ഒരു വാദമോ അത്തരത്തിലുള്ള ഒരു സംശയമോ നിങ്ങൾക്കുണ്ടാവേണ്ടതില്ല എന്ന് അല്ലാഹു തആല ഉണർത്തി. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വല്ലദീന ഹാജറൂ ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പലായനം ചെയ്ത ആളുകൾ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പുനർജന്മം ഉണ്ടാവില്ല, അന്ത്യനാളുണ്ടാവില്ല, മരണത്തോടെ എല്ലാം തീരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ലോകത്തെ ജീവിതം തങ്ങൾക്ക് തോന്നിയതുപോലെ അഴിഞ്ഞാടാനുള്ളതാണ്, ആർമാദിക്കാനുള്ളതാണ് എന്ന ധാരണയാണല്ലോ അവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ വാദഗതികളെ അംഗീകരിക്കാത്ത മുസ്ലിമീങ്ങളെ പരമാവധി കൊല്ലാക്കൊല ചെയ്യാനും അവരെ വല്ലാതെ പീഡിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും കണ്ണീര് കുടിപ്പിക്കാനും ഇവർക്കാകും വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ നടത്തി. മക്കയിൽ 13 കൊല്ലത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം എന്ന് പറയുന്നത് അത് വല്ലാത്ത പരീക്ഷണത്തിന്റെ കാലമാണ്. അസഹ്യമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോ എത്യോപ്യ എന്ന് പറയുന്ന നജ്ജാശി എന്ന മഹാനായ ഒരു രാജാവിന്റെ നാട്ടിലേക്ക് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചാളുകൾ ഹിജറ പോയി, പലായനം ചെയ്തു പോയി, നാടും വീടും വിട്ടിട്ട് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി അവിടെ പോയി. നജ്ജാശി എന്ന നല്ല സുമനസ് ഉള്ള രാജാവ് അവരെ സ്വീകരിച്ചു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. പക്ഷേ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ ജനങ്ങൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, അവരൊക്കെ നന്നായി എന്നൊരു വാർത്ത അവിടെ കേട്ടു. എങ്കിൽ ജനിച്ചു വളർന്ന നാടു തന്നെയാണല്ലോ നല്ലത് എന്ന നിലക്ക് അവർ തിരിച്ചു വന്നു. പക്ഷെ ആ വാർത്ത ഫേക്കായിരുന്നു, അത് സത്യമല്ലായിരുന്നു. വീണ്ടും കഷ്ടപ്പാടിന്റെ വല്ലാത്ത അവസ്ഥകൾ വീണ്ടും തുടർന്നു. വീണ്ടും കുറച്ചുകൂടി കൂടുതൽ ആളുകൾ എത്യോപ്യയിലേക്ക് ഹിജറ പോയി. അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ, മുസ്ലിമീങ്ങളിലെ നബിതങ്ങളുടെ ഉമ്മത്തിൽ ആദ്യത്തെ ഹിജറ അതാണ്. ആ ഹിജറ നടന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്കും ഹിജറ പോയി. ഈ എല്ലാ ഹിജറയും ഇവിടെ വല്ലദീന ഹാജറു എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ ഉദ്ദേശിക്കാം. ഓക്കെ, വല്ലദീന ഹാജറു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജറ പോയവർ, പലായനം ചെയ്തവർ, നാടും വീടും ഉപേക്ഷിച്ച്, അതേപോലെ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അതാണ് ഹിജറ. നാടുവിടല് മാത്രമല്ല ഹിജറ, മറിച്ച് വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാ, അള്ളാഹു വിലക്കിയത് ഒഴിവാക്കുക എന്നുകൂടി ഹിജറക്കൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും എല്ലാ സമയത്തും മുഹാജിറാവണം, അഥവാ അള്ളാഹു തആല വിലക്കിയ കാര്യങ്ങളൊന്നും ചെയ്യാത്തവരായി മാറാനുള്ള ആ ഉത്തരവാദിത്വവും മറ്റും നമ്മൾ പാലിക്കണം. അങ്ങനെ അവർ മിമ്പാജിമാ നുലിമോ ആക്രമിക്കപ്പെട്ടതിന് ശേഷം പലായനം ചെയ്തു. അങ്ങനത്തെ ആളുകൾക്ക് നുല്ലനുബവ്വിഅന്നഹും ഫിൽ ദുനിയാ ഹസന, അവർക്ക് ദുനിയാവിൽ നന്മ നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ്.
അതായത് ഹിജറ പോയ ആ മുസ്ലിമീങ്ങൾക്ക് അവർ പോയ സ്ഥലത്ത് അള്ളാഹു ധാരാളം സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. മദീനയിലായാലും എത്യോപ്യയിലായാലും ഒക്കെ വലിയ സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, സ്വീകരണങ്ങൾ അവർ ഏറ്റുവാങ്ങി. എന്നാൽ ഈ സൗകര്യം മാത്രമല്ല, വലാജുറുൽ ആഖിറത്തി അക്ബർ, പരലോകത്തെ കൂലിയാണ് അവർക്ക് ഏറ്റവും വലുത്. അതും അവരെ കാത്തിരിക്കുന്നുണ്ട്. ലൗകാനു യഅലമൂൻ, അവർ അറിയുകയായിരുന്നുവെങ്കിൽ. അല്ലദീന സബറു അലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ മേലിൽ വരമേൽപ്പിക്കുകയും ചെയ്തവരാണ്. പടച്ചവൻ ഞങ്ങളെ കൈയൊഴിയില്ല, അള്ളാഹു ഞങ്ങൾക്ക് രക്ഷയുടെ വഴികൾ ഒരുക്കിത്തരുമെന്ന കൃത്യമായിട്ടുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ആ മുസ്ലിമീങ്ങൾ അവരുടെ നാടും വീടും കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. അതിന് അള്ളാഹു തആല അവർക്ക് നല്ല പ്രതിഫലവും നല്ല റിസൾട്ടും അള്ളാഹു നൽകി. മദീനയിലെത്തിയ മുസ്ലിമീങ്ങളെ മദീനക്കാരായ അൽ അൻസാർ എന്ന സ്ഥാനപ്പേരുള്ള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത് എത്രമാത്രം സന്തോഷകരമായ വിധത്തിലാണ് എന്ന് ചരിത്രം പറയുന്നുണ്ട്. നജ്ജാശി എന്ന രാജാവ് മക്കത്തുനിന്ന് പോയ മുസ്ലിമീങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു എന്ന് മാത്രമല്ല, മക്കയിൽ നിന്ന് തന്നെ ആ മുസ്ലിമീങ്ങൾ അവിടെ താമസിപ്പിക്കരുതെന്ന് പറയാൻ വേണ്ടി, പാരപണിയാൻ വേണ്ടി ചെന്ന ആളുകളെ വളരെ നിരാശരാകും വിധത്തിൽ തിരിച്ചയച്ച കഥയും ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധമാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അധ്വാനിക്കാൻ ശ്രമിച്ചാൽ, അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ, ക്ഷമയോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയാൽ അവർക്ക് രക്ഷയുടെ വഴി അള്ളാഹു തആല എളുപ്പമാക്കും. ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ചില പ്രതിസന്ധികൾ, ചില പ്രയാസങ്ങൾ, ചില ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടതുണ്ടാകും. എന്നാലും ആത്യന്തികമായി സന്തോഷത്തിന്റെയും അതേപോലെ വിജയത്തിന്റെയും ഉന്നതമായ സോപാനങ്ങളിൽ വിരാജിക്കാനുള്ള സൗഭാഗ്യം വിശ്വാസികൾക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കും. ആ നല്ല പുലരി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് കഴിയലാണ് നമ്മുടെ കടമ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.